ഹായ് ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി കടലക്കറീൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്യാം. എന്നാൽ മാത്രം ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അതിന് വേണ്ടിയിട്ടില്ല, ഞാൻ ഒരു ഗ്ലാസ് കടല എടുത്തിട്ടുണ്ട്. ഈ ചുവന്ന കടലയാണ് കറി വെക്കാൻ വേണ്ടിയിട്ടുള്ളത്. അടിപൊളി കടലയാണവ. അപ്പോൾ ഞാൻ ഒരു ഗ്ലാസ് കടല എടുത്തിട്ട് ഒരു 3 മണിക്കൂർ കുതിരാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. വെള്ളത്തിലിട്ടിട്ട് ഒരു 3 മണിക്കൂർ കുതിർന്നിട്ടാകുമ്പോൾ നല്ല പാൽ കുക്കറിലിട്ടിട്ട് വേവിച്ചിട്ട് എടുക്കണം. നല്ല അടിപൊളി കറിയാണ്. അപ്പോൾ ഇതുവരെ ഇങ്ങനത്തെ കറി ഉണ്ടാക്കാത്ത ആൾ ഇത് നോക്കിയിട്ടും കൂടി ഒന്ന് ഉണ്ടാക്കട്ടോ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത്, ഇതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തെല്ലാം നമുക്ക് പറഞ്ഞുതരാം. അപ്പോൾ കടലനിലെ കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും മാത്രം ഇട്ടിട്ട് നല്ല പങ്ങൽ ഒരു 5-6 വിസിൽ വരെ കുക്കറിൽ വേവിച്ചിട്ട് എടുക്കട്ടെ. നല്ല പങ്ങൽ വെന്ത് കിട്ടും ഒരു 6 വിസിലാകുമ്പോൾ തന്നെ. അപ്പോൾ വെറും ഉപ്പും മഞ്ഞൾപ്പൊടി മാത്രം ഇട്ടിട്ടാണ് വേവിച്ചെടുക്കുന്നുള്ളത്. പിന്നെ ഒരു നീരുള്ളി കുറച്ചായിട്ട്, ഞാൻ ഒരു ഗ്ലാസ് കടലക്ക് ഇത്രേ ആവശ്യമുള്ളൂ. ഒരു നീരുള്ളിനെ നല്ല പങ്ങൽ റോസ്റ്റ് ചെയ്തെടുക്കുക ഇതുപോലെ. പിന്നെ ഒരു തക്കാളി, പിന്നെ അതിനാവശ്യമായിട്ട് വേണ്ടത് ഒരു 3 പച്ചമുളക്, വെളുത്തുള്ളി, പിന്നെ കറിവേപ്പില. ഇതും കൂട്ടിയിട്ട് നല്ല പങ്ങല ഇങ്ങനെ ഇതുപോലെ റോസ്റ്റ് ചെയ്തെടുക്കട്ടെ. ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടിട്ട് നല്ല പങ്ങല റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നീരുള്ളിയും തക്കാളി വെളുത്തുള്ളി ഇതെല്ലാം നല്ല പങ്ങല സോട്ട് ചെയ്തതിന് ശേഷം അല്ലേ പച്ചമുളകും മല്ലിച്ചപ്പില്ലേ മല്ലിയില അതും കൂടി ഇട്ടിട്ട് നല്ല പങ്ങല ഇതുപോലെ സോട്ട് ചെയ്തെടുത്തതിന് ശേഷം പിന്നെ നമുക്കതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള കടലയില്ലേ അതും കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ വെളുത്തുള്ളി ഞാൻ ചതച്ചിട്ട് കൊടുത്തിട്ട് കേട്ടോ, പേസ്റ്റ് അല്ല, ചതച്ചിട്ടാണ് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ കുറച്ച് ഉപ്പും, ആവശ്യത്തിനുള്ള ഉപ്പ്. ഓൾറെഡി നമ്മൾ കടല വേവിക്കുമ്പോൾ ഉപ്പിട്ടിരുന്നു. അപ്പോൾ ഇതിനാവശ്യമുള്ള ഉപ്പിട്ടിട്ട് നല്ല പാങ്ങല ഇതുപോലെ സോട്ട് ചെയ്തെടുത്തതിന് ശേഷം പിന്നെ കുറച്ച് തേങ്ങയില്ലേ ഒരു അരമുറി തേങ്ങനെ ഇതുപോലെ സോട്ട് ചെയ്തെടുക്കണം കേട്ടോ. അത് വേറെ ചട്ടി വെച്ചിട്ട് ഇതുപോലെ എടുത്തിട്ട് വറുത്തിട്ട് പൊടിച്ചെടുക്കുന്നതാണ്. അപ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മൾ കുക്കറിൽ വെച്ചിട്ടുണ്ട് കടല ഏകദേശം വെന്തിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളിയായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. 6 വിസിൽ വന്നതിന് ശേഷം ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട് ഫ്ലെയിം. നല്ല പങ്ങല വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ കടലയിൽ നിന്നല്ലേ ഒരു കയ്യിൽ കടല എടുത്തിട്ടില്ലേ ഒന്ന് മാറ്റിയിട്ട് മിക്സിയിൽ അരച്ചെടുക്കണം കേട്ടോ. ഈ കറിയിലേക്ക് കൂട്ടാൻ നല്ല ടേസ്റ്റാണ്. കറി കുറച്ച് ഗ്രേവിയോട് കൂടി നല്ല തിക്നെസ്സിന് വേണ്ടിയിട്ടാണ് ഇത് ഒഴിച്ച് കൊടുക്കുന്നുള്ളത്. അപ്പോൾ നമ്മൾ കുറച്ച് കടലയാണ് ഞാനിത് നമ്മൾ സോട്ട് ചെയ്തിട്ട് വെച്ചില്ല, നീരുള്ളി തക്കാളി പച്ചമുളകെല്ലാം അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കടലയും ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ അരച്ചെടുത്ത കടലയും നേരത്തെ നമ്മൾ കടല ഒഴിച്ച് കൊടുത്തില്ല അതിലേക്കും കൂടി നമ്മൾ ഇങ്ങനെ ഒഴിച്ച് നല്ല പാങ്ങല മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ അതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് നമ്മൾ നേരത്തെ വറുത്ത തേങ്ങയില്ലേ അത് പൊടിച്ചതും കൂടി നമുക്ക് ഈ ഗ്രേവിയിലേക്ക് ഇട്ട് കൊടുക്കുക. കടലക്കറീൻ്റെ ഈ തേങ്ങ വറുക്കുമ്പോൾ അതിലേക്ക് കുറച്ച് ജീരകം കൂടി ചേർത്തിരുന്നു കേട്ടോ. അത് നല്ലൊരു ഫ്ലേവറും കൂടിയാണ്. പിന്നെ കുറേ പേര് ഇതിന് തേങ്ങൻ്റെ പാലൊക്കെ എടുത്തിട്ട് കൂട്ടുന്നുണ്ട്. പിന്നെ തേങ്ങ ചിരവിയിട്ടിടുന്നവരുണ്ട്. ഇങ്ങനെ വറുത്തിട്ട് മിക്സിയിലിട്ടിട്ട് പൊടിച്ചെടുത്തെങ്കിൽ നല്ല ടേസ്റ്റും കൂടിയാണ്. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കാത്തവരാണെങ്കിൽ ഇനിയും കൂടി ഒന്ന് ഇതുപോലെ ഉണ്ടാക്കി നോക്കട്ടെ. ദോശക്കാണെങ്കിൽ പുട്ടിന് ചപ്പാത്തിക്കൊക്കെ അടിപൊളിയായിട്ടുള്ള കറിയും കൂടിയാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ബാക്കി കുറേ റെസിപ്പി വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടായിരുന്നു. അതും കൂടി ഒന്ന് ചെക്ക് ചെയ്തിട്ട് ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഓക്കെ, ബായ്.